എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കരിയറിനെ ഫിക്സ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഒരു ലക്ഷ്യത്തെ തീരുമാനിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ചില കാഴ്ചപ്പാടുകൾ, അത് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ കൺസിഡർ ചെയ്യണമെന്നുള്ളത്. ഒന്ന്, നമ്മൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെ, നമ്മളൊരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനം പറഞ്ഞു 30-40 വർഷം ജോലി ചെയ്യുന്ന ഒരു സംഭവമാണ് കരിയർ. കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അല്ലേ, നമ്മള് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം തീരുമാനിക്കാൻ നമുക്ക് സമയം എടുക്കും അല്ലെ. മെനു വന്ന് ഇങ്ങനെ കുറെ തിരിച്ചും മറിച്ചും നോക്കി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനങ്ങൾ എടുത്ത് ആവണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു ഭക്ഷണം കഴിക്കാൻ വരെ നമ്മൾ ഒരുപാട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ആലോചിക്കണം ആണ് പോയിന്റ്. അപ്പൊ ആ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതില് ഒന്നാമത്തത്, നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് വാട്ട് ഐ ലവ് എന്നുള്ളതാണ്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇഷ്ടം എന്താണ്, അത് എനിക്ക് മാത്രമേ അറിയാം. എന്റെ രക്ഷിതാക്കൾക്ക് അറിയില്ല, എന്റെ സഹോദരങ്ങൾക്ക് അറിയില്ല, എന്നെ പഠിച്ച അധ്യാപകർക്ക് അറിയില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ഏറ്റവും ഇഷ്ടം എന്താവണം? ഡിസൈനിങ്ങും ആ ഒരു വിഷ്വലൈസിങ്ങിനോടും കലയോടും ഒക്കെ താല്പര്യമുള്ള ആളാവണം എന്ത്, ഒരു ഗ്രാഫിക് ഡിസൈനർ. അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഗ്രാഫിക് ഡിസൈനർക്ക് അതിൽ മികച്ചതാകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കുറെ ഫോട്ടോഷോപ്പിന്റെ ടൂള് പഠിച്ചതുകൊണ്ട് ഒരിക്കലും എന്താ പറ്റില്ല, ഒരു നല്ല ഗ്രാഫിക് ഡിസൈനർ ആകാൻ കഴിയൂല. അപ്പൊ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, എനിക്കത് സമയം ചെലവഴിക്കാൻ മടുപ്പില്ലാതെ അതിന്റെ മുന്നിൽ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ആ കരിയർ ചൂസ് ചെയ്യാം. നമ്പർ 1. രണ്ടാമത് എന്താ, വാട്ട് മൈ സ്ട്രെങ്ത്സ് ആണ്. എന്റെ കഴിവ് എന്തിലാണ്? എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം എന്റെ കരിയർ തീരുമാനിക്കപ്പെടില്ല. എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. ഇഷ്ടമുണ്ടായതുകൊണ്ട് കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ കഴിവുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇത് രണ്ടാമത്തെ കാര്യം അല്ലെ. ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് എനിക്ക് ഒരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിസൈനിങ് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് ആരെങ്കിലും എടുക്കുമോ? ഇല്ല. ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കഴിവുണ്ടോ, അപ്പൊ ചോദിക്കും നമുക്ക് ഫോട്ടോഷോപ്പ് അറിയുമോ, ഇല്ലസ്ട്രേറ്റർ അറിയുമോ ചോദിക്കും അല്ലെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടമുണ്ട്, പക്ഷെ ഫേസ്ബുക്കിൽ ആഡ്സ് റൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ കാര്യമുണ്ടോ? അപ്പൊ എനിക്ക് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിക്കൊള്ളില്ല. അത് രണ്ടാമത്തെ. ഇത് രണ്ടുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് വാട്ട് വേൾഡ് നീഡ്സ്. സമൂഹത്തിന് ആ ഒരു കഴിവ് ആവശ്യമുണ്ടോ അല്ലെ. പണ്ടിപ്പോ ഒരുപാട് ജോലികൾ ലോകത്തുനിന്ന് ഇല്ലാതായി പോയ ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ ഇപ്പൊ ഈ ഫാക്ടറിയിലെ ചില വർക്കുകൾ, ടെക്നിക്കൽ വർക്കുകൾ, അതൊക്കെ റോബോട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പൊ ഞാൻ കഴിവുള്ള ഒരാളാണെന്ന് ചെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവോ? ഇല്ല. സമൂഹത്തിന് അത് ആവശ്യമില്ല, ലോകത്തിന് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് നല്ല ഡ്രൈവിംഗ് ഇഷ്ടമാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല അറിയും ചെയ്യും. നല്ല ഡ്രൈവർമാർക്ക് ഇവിടെ വാക്കൻസിയോ അല്ലെങ്കിൽ സാധ്യതകളോ ഇല്ലെങ്കിൽ എനിക്ക് ആ കഴിവുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതൊരു കഴിവ് അങ്ങനെ തന്നെ. അപ്പോ മൂന്നാമത്തെ കാര്യമാണ് കഴിവുണ്ട്. ഇപ്പോ ചിത്രം വരക്കാൻ കഴിവ്, ഇപ്പൊ ചിത്രം വരക്കാൻ നല്ല കഴിവുണ്ട്, പക്ഷെ ഓനെന്തില്ല, കമ്പ്യൂട്ടറിൽ ചിത്രം വരക്കാൻ അറിയില്ല, ഫോട്ടോഷോപ്പിൽ കൈകൊണ്ട് വരക്കാൻ അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവന്റെ ജോലി സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കമ്പ്യൂട്ടറിൽ വരക്കുക എന്നുള്ളത് ഇന്നത്തെ നിർബന്ധ ഘടകമായിട്ട് വരികയാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൈകൊണ്ട് വരക്കാനുള്ള വേക്കൻസികളുള്ളൂ. ഓക്കെ, അപ്പൊ സമൂഹത്തിൽ എന്താ ആവശ്യം എന്നുള്ളത് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടമാണ് വക്കീലൊക്കെ ഒരു കാര്യമില്ല, എനിക്ക് ഉപജീവനം തരാൻ സാധിക്കണം, എനിക്കതിൽ പ്രോപ്പർ റെമ്യൂണറേഷൻ, എനിക്കതിൽ ബെനിഫിറ്റ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടണം. ഇത് നാലും കൂടി ചേരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾസിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, നമ്മളെ പർപ്പസിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ചുരുക്കം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കോൺവെക്കേഷൻ കഴിയുന്നതോടുകൂടി ഇവിടെ കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾ ഈ ഒരു ചിത്രം മനസ്സിൽ കാണുക. ഞാൻ എന്നുള്ള വ്യക്തി ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് പോകാൻ സാധിക്കുന്ന രൂപത്തിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ, ഞാൻ എവിടെയാണ് എൻ്റെ കാഴ്ചപ്പാടിനെ തിരുത്തേണ്ടത്, ഏത് മേഖലയിലാണ് എനിക്ക് കഴിവ് കുറവുള്ളത്, എവിടെയാണ് ഞാൻ ഉഷാറാക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ആലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തയിലൂടെ നമുക്ക് വരുന്ന കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, മെന്റർ ചെയ്യാൻ പറ്റുന്ന നല്ല ആളുകളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവരിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ കൺഫ്യൂഷൻ തീർക്കുക.
നല്ലൊരു ഗൈഡ് ഉണ്ടാകുക, മെന്റർ ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം നല്ലൊരു ഗൈഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ, നല്ലൊരു മെന്റർ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ആ കടലിലെ ഒരു ബോട്ടിനെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നമുക്ക് പ്രോപ്പർ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരാളെ നമ്മൾ കണ്ടെത്തണം. അത് ചിലപ്പോൾ നമ്മൾ അധ്യാപകരായിരിക്കും, ചിലപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഒരേ പ്രായത്തിലുള്ള സുഹൃത്തുക്കളല്ല, ഏജ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലി ചെയ്യും. കാരണം നമുക്ക് ഏറ്റവും നല്ല ഗൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതേ സ്വപ്നവുമായിട്ട് വളർന്നു വന്ന് ആ സ്വപ്നത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. നല്ലൊരു മാർക്കറ്റിംഗ് മേഖലയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും. അവനറിയാം എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളോട് പറയാം എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്, എന്റെ കഴിവുകൾ ഇതാണ്, അപ്പൊ എന്നെ ഗൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുണ്ട്. അങ്ങനത്തെ നല്ലൊരു ഗൈഡിനെ കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയും അങ്ങനെ നമ്മുടെ സന്തോഷം നൽകുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഈ ഒരു സ്കിൽസിന്റെയും ലക്ഷ്യം. ഒരുപാട് ആളുകളെ നമ്മളിവിടെ ട്രെയിനിങ് കഴിഞ്ഞു. ഇതിപ്പോൾ 7ാമത്തെ സെമിനാർ എന്ന് പറഞ്ഞു. ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഇതുപോലെ കോൺവൊക്കേഷൻ നടത്തും. 6 മാസത്തിലൊരിക്കൽ നമുക്ക് ഇതുപോലെ ഒരു കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികൾക്കുള്ള കോൺവൊക്കേഷൻ നടത്താറുണ്ട്. 300-ഓളം കുട്ടികൾ നമ്മുടെ ഈ ഒരു കോഴ്സ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ നിന്ന് പറിച്ചിറങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ ഈ സ്കിൽസിന്റെ ഈ ഒരു സ്ഥാപനം നടത്തുമ്പോഴും നമ്മൾ തുടങ്ങുമ്പോഴും നമ്മുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ. പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകളുള്ള കോഴ്സുകൾ അനിവാര്യമായി വന്നിട്ടുണ്ട്. പുതിയ പുതിയ വാക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള റിസോഴ്സസ് യഥാർത്ഥത്തിൽ കുറവാണ്. ഇപ്പം നമ്മൾ സ്കിൽസ് തുടങ്ങിയതിന് മുന്നേ നമുക്കുള്ള സ്ഥാപനമായിരുന്നു ഡിഫൈൻ ഡിജിറ്റൽ സൊല്യൂഷൻ എന്നുള്ളത്. ഡിഫൈൻ ഡിജിറ്റൽ സൊല്യൂഷൻ്റെ അണ്ടറിലാണ് സ്കിൽസ് എന്നുള്ള സ്ഥാപനം ഉള്ളത്. അപ്പോൾ ആ ഡിഫൈൻ എന്നുള്ള സ്ഥാപനം പുതിയ തരത്തിലുള്ള സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾക്ക് 500-ലധികം ബിസിനസ് സംരംഭങ്ങൾക്ക് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സൊല്യൂഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് വേണം. ഇപ്പോൾ ഒരു 4-5 വർഷം മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നതായിരുന്നു. കാരണം ഇതിന് പറ്റുന്ന ആൾക്കാരില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഈ അടുത്ത കാലത്താണ് മാർക്കറ്റിൽ വളരെ സുലഭമായത്. അപ്പോൾ അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളില്ലായിരുന്നു. അതിന്റെ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ കുറെ കോഴ്സുകൾ പുതിയ സമൂഹത്തിൽ വളരെ ലോങ് ടൈമിലേക്ക് ആവശ്യമുണ്ട്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെയും ബാക്കി വെബിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും അതിൻ്റെതായിട്ടുള്ള വേർഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യൂല, ഒബ്സലേറ്റ് ചെയ്ത് പോകില്ല. ഗ്രാഫിക് ഡിസൈൻ അല്ലേ, വിഷ്വൽ ലോകം ഒരാൾ എന്നൊക്കെ വിഷ്വലൈസേഷൻ കാഴ്ചപ്പാടുകൾ ഘട്ടങ്ങൾ വരുന്നുണ്ട്, വിഷ്വൽസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അന്നൊക്കെ ഗ്രാഫിക് ഡിസൈനർ വരുന്നുണ്ട്. പക്ഷെ അന്ന് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കൊള്ളുന്നില്ല. അല്ലെ മെറ്റാവേഴ്സിൽ നമ്മൾ പറയാറുണ്ട്, മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകണം. ആ വിഷ്വൽ ലോകത്തും ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ആരാ? ആ കാഴ്ചകൾ സമ്മാനിക്കാൻ പറ്റുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണ്. അപ്പൊ അവിടെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് അവിടുത്തെ ടൂളുകൾ വേറെ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് കോഴ്സുകൾ ആവശ്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സ്കിൽസിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തലം കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത്. കാരണം 200-ലധികം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ജോലി ലഭിച്ചു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരൊക്കെ ഓരോ സ്ഥാപനങ്ങൾ വിദേശത്തായിട്ടും നാട്ടിലായിട്ടും വ്യത്യസ്ത സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സമൂഹത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്നുള്ളത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു കോൺവൊക്കേഷനിലെത്തിയ എല്ലാ സഹോദരന്മാരോടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇനി വരുന്ന സംസാരങ്ങളിലും നമുക്ക് വലിയ കാഴ്ചപ്പാടുകൾ എന്ന പ്രധാനപ്പെട്ട 2 സംസാരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ സാധിക്കണം. അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ സംസാരങ്ങൾ ഉപകാരപ്രദമാകുക. അതിനപ്പുറത്ത് കുറെ കേട്ടുപോയത് കൊണ്ട് മാത്രം നമുക്ക് ഉപകരിച്ചോളന്നില്ല. നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമ്പോഴാണ് അത് സാധിക്കുക, നമുക്കൊരു ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുക എന്നുള്ളതാണ് അവസാനമായി സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു പരിപാടിക്ക് ഇവിടെ ഇതിന്റെ സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇതിന്റെ ആവേശപൂർവ്വം നേരത്തെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതിന്റെ എല്ലാ ഭാവുകളും നൽകിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.